എന്തായാലും നമുക്ക് ഇന്റർഫേസിന്റെ പോർഷൻസ് ഒന്നുകൂടെ പറയാം നമുക്ക്. ഓക്കെ. ഓഡിയോ കട്ട് ആവുകയാണെങ്കിലോ ഞാൻ ഓഫ്ലൈൻ ആവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കണേ. ഇപ്പൊ ഒന്നും ഞാൻ ഓഫ്ലൈൻ ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, അതിന് മുമ്പ് ഞാൻ ചാർജർ ഒന്ന് ആക്കിയതോട്ടെ. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണാമല്ലോ അല്ലേ? കാണാമോ? സ്ക്രീൻ കാണാമോ? ഒന്ന് കൺഫേം ചെയ്യാമോ? ഓക്കെ. ഓക്കെ, നമ്മൾ സോൾഡ് വർക്ക്സ് ആദ്യം ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഈ ഒരു വിൻഡോയാണ്. ഇവിടെ നമുക്കൊരു മെനു ബാർ ഉണ്ട്, ഒരു ക്വിക്ക് അസസ് മെനു ബാർ പോലെ നമുക്കൊരു മെനു ബാർ കാണാം. അവിടെ ഫസ്റ്റ് ഉള്ളത് ഹോമാണ്. 6 പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഏറെക്കുറെ അത് തന്നെയാണ് വരുന്നത്. റീസെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ, റീസെന്റ് ഐറ്റംസ് എന്താണോ അതാണ് 6 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. ഓക്കെ, ഇത് എന്റെ കൈ അറിയാതെ കൊണ്ടുവന്നാണ്. ഓക്കെ, റീസെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ഏതാണോ അതാണ് വരുന്നത്. പിന്നെ നമുക്കുള്ളത് ന്യൂ ഉണ്ട്. ന്യൂ എടുക്കാൻ നേരത്ത് നമുക്ക് 3 ഇന്റർഫേസ് കാണാം: പാർട്ട്, അസംബ്ലി, ഡ്രോയിങ്. ഇത് മൂന്നും എന്തിനൊക്കെ ഉള്ളതെന്ന് അറിയാലോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം, നിങ്ങൾ പറയാം. ഒന്ന് ഇൻഡിവിജ്വൽ കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്, അതുകൊണ്ട് അസംബ്ലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്, അസംബ്ലിയുടെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കമ്പോണൻസിന്റെയോ 3D മോഡലിനെ 2D ആക്കി മാറ്റാൻ വേണ്ടിയുള്ളത്, 2D എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഒരു പ്രൊഡക്ഷൻ ഡ്രോയിങ് ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു മൂന്നാമത്തെ സെഷൻ. ഓക്കെ, ഞാനിപ്പം ഈ ഒരു പാർട്ട് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഈ ഒരു വിൻഡോനെ നമ്മൾ നമ്മുടെ ഒരു മോഡൽ സ്പേസ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇവിടെ കാണുന്നത് കണ്ടോ, മോഡല് ക്ലിക്ക് ചെയ്യാൻ നേരത്താണ് 3D വ്യൂ ഉണ്ട്, മോഷൻ സ്റ്റഡി ഉണ്ട്. സോളിഡ് വർക്ക്സിൽ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് മോഷൻ സ്റ്റഡി. ഒരു ഐറ്റം എങ്ങനെ ഗ്രാവിറ്റി അനുസരിച്ച് എങ്ങനെ ബിഹേവ് ചെയ്യും, ഒരു മോട്ടറിന്റെ എഫക്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അങ്ങനത്തെ കുറെ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു മോഷൻ സ്റ്റഡി. നമുക്കിപ്പോൾ അതിലേക്കൊന്നും പോകണ്ട, അതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പം നമുക്ക് വേണ്ടത് മോഡൽ വ്യൂ. ഈ ഒരു മോഡൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ട്രയാഡ് കാണാം. ട്രയാഡിനകത്ത് ഒരു എക്സ് ആക്സസ്, വൈ ആക്സസ്, ഇസഡ് ആക്സസ്, 3 ആക്സസ് കാണാം. ഞാൻ ഇവിടെ സ്ക്രോൾ ബട്ടൺ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ആക്സസ് നീങ്ങുന്നത് കണ്ടോ? ആ ആക്സസിന്റെ ഒക്കെ പൊസിഷൻസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. എപ്പോഴാ? ചെറിയ ചെറിയ അസംബ്ലി ചെയ്യപ്പോഴല്ല, വലിയ അസംബ്ലീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെയൊക്കെ ലൊക്കേഷൻസ് നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കാൻ. ലൊക്കേഷൻസ് നോക്കിയില്ലെങ്കിലും അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും പലപ്പോഴും. അത് ചെറിയ മോഡലിംഗ് ഒന്നും ചെയ്യുമ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കില്ല, വലിയ അസംബ്ലി ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഹെൽപ്ഫുൾ ആവുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈ കാണുന്നതിനെ ഈ സെറ്റ് ഓഫ് ടൂൾസ് കണ്ടോ, അതിന് നമ്മൾ എന്റെ പേരെന്തായിരുന്നു, എന്റെ പേര് വ്യൂസ് ടൂൾ ബാർ അല്ലെങ്കിൽ ഹെഡ്സപ്പ് ടൂൾ ബാർ എന്ന് പറയും. ഓക്കെ, ഹെഡ്സപ്പ് ടൂൾ ബാറും ഒരു ഷോർട്ട് കട്ട് ആണ്. അതിന്റെ ഓരോന്നിന്റെ ഫംഗ്ഷൻ നമുക്ക് കാണിക്കാം. ഇവിടെ ഒരു വ്യൂ ടൂൾ ബാർ എന്ന് പറയും ഇതിനെ, അല്ലെങ്കിൽ ഹെഡ്സപ്പ് ടൂൾ ബാർ എന്ന് പറയും. അതിന്റെ മുകളിൽ നമുക്ക് കമാൻഡ് മാനേജർ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ് മാനേജർ ഇപ്പൊ മുകളിലേക്ക് വന്നു. നിങ്ങൾ അറിയാതെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ
തിരിച്ച് അതേപോലെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പൊസിഷനിലേക്ക് അത് ഇരുന്നോളും കേട്ടോ. ആ കമാൻഡ് മാനേജറിനകത്ത് നമുക്ക് പല പല ടാബുകളുണ്ട്. ഫീച്ചർ ടാബ്, സ്കെച്ച് ടാബ്, സർഫസ് ടാബ്, ഷീറ്റ് മെറ്റൽ ടാബ്, വെൽഡ്മെന്റ് ടാബ്. അതെല്ലാം പല പല ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പം വെൽഡ് ചെയ്യേണ്ട സ്ട്രക്ചേഴ്സ്, വെൽഡ്മെന്റ് സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ട്രസ് വർക്കുകളൊക്കെ ഇല്ലേ, ട്രസ് വർക്ക്സ്, സോറി ട്രസ് അല്ല, സ്ട്രെസ് അല്ല, ട്രസ്, ട്രസ് ട്രസ് ഇതുപോലത്തെ ട്രസ് കണ്ടിട്ടില്ലേ, ട്രസ് വർക്ക്സ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ ഒരു വെൽഡ്മെന്റ് വെൽഡ് ചെയ്യേണ്ട സ്ട്രക്ചേഴ്സാണ്. ഐ സെക്ഷനും ചാനലും സി സെക്ഷനും ഒക്കെ യൂസ് ചെയ്തൊക്കെ വെൽഡ് ചെയ്യേണ്ട സെക്ഷൻസാണ്. അങ്ങനത്തെ സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ ഈ വെൽഡ്മെന്റ് എന്ന് പറയുന്ന അങ്ങനത്തെ ഇൻഡിവിജ്വൽ പാർട്സ് അല്ലെങ്കിൽ അസംബ്ലീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെൽഡ്മെന്റ് ഉപയോഗിക്കുന്നത്. ഷീറ്റ് മെറ്റൽ കമ്പോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഷീറ്റ് മെറ്റൽസിന്റെ ആപ്ലിക്കേഷൻസ് എവിടെന്നെങ്കിലും പറയാമോ ആർക്കെങ്കിലും? രണ്ട് എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീറ്റ് മെറ്റൽ കമ്പോണൻസിന്റെ നമ്മൾ ഡെയിലി കാണുന്ന എന്തെങ്കിലും ഷീറ്റ് മെറ്റൽ കമ്പോണന്റ് പറയാമോ? നമ്മള് അൽഫാസ് ഡെക്ട് നല്ലൊരു എക്സാമ്പിളാ. ഡെക്ട് ഡിസൈൻസ് ഇപ്പം MEP-ക്ക് വേണ്ടിയുള്ള ഡെക്ട് വർക്ക്, അതിന് ഡെക്ട് ഡിസൈൻസ്, പിന്നെ എല്ലാ വണ്ടികളുടെയും ബോഡി ബോഡി എല്ലാ വണ്ടികളുടെയും ബോഡി. പിന്നെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം സ്റ്റീൽ പ്ലേറ്റുകളൊക്കെ കാണത്തില്ലേ, അതൊക്കെ ഷീറ്റ് മെറ്റലാ. ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നത്തിങ് ബട്ട് ഒരു മെറ്റൽ തന്നെ, ബട്ട് ഒരു തിക്നെസ് കുറവായിരിക്കും. കമ്പയർഡ് ടു ദ ലെങ്ത് തിക്നെസ് ഭയങ്കര കുറവായിരിക്കും. കമ്പയർഡ് ടു ദ ലെങ്ത് തിക്നെസ് കുറവായിരിക്കും. അങ്ങനത്തെ കമ്പോണൻസ് ആണ് നമ്മൾ ഷീറ്റ് മെറ്റൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. ആ ഷീറ്റ് അതെ 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 അങ്ങനെ മെറ്റീരിയൽ സ്പെസിഫിക് ഇല്ല, എല്ലാം ഇപ്പം SS-ന്റെ ആവാം, MS-ന്റെ ആവാം, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആവാം, മൈൽഡ് സ്റ്റീലിന്റെ ആവാം, അലുമിനിയത്തിന്റെ ആവാം, ഗോൾഡ് ആവാം, എന്താണെങ്കിലും കമ്പയർഡ് ടു ദ ലെങ്ത് തിക്നെസ് കുറവാണെങ്കിൽ അത് ഷീറ്റ് മെറ്റലിനെ പറയുള്ളൂ. ആ ഷീറ്റ് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. കെ ഫാക്ടർ, ബെൻഡ് അലവൻസ്, അങ്ങനത്തെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സിലേക്കൊക്കെ നമുക്ക് ഇപ്പോൾ നമുക്ക് ഷീറ്റ് മെറ്റൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വരാം. ഷീറ്റ് മെറ്റൽ നിങ്ങൾ കൊണ്ടുപോകുന്ന സംശയമുണ്ട്, നോക്കിട്ട് പറയാം കേട്ടോ. ഷീറ്റ് മെറ്റൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് വരാം. ഉണ്ട്, ഷീറ്റ് മെറ്റൽ ഉണ്ട്. ഓക്കെ, അപ്പം അതിനു വേണ്ടിയുള്ള ഇന്റർഫേസ് ആണ് ഇത്. പിന്നെ സർഫസ് മോഡലിംഗ് എന്ന് പറയും. സർഫസ് മോഡലിംഗ് എന്ന് വെച്ചാൽ ചില കമ്പോണൻസ് ഉണ്ട്, നമ്മൾ ആ കമ്പോണൻസിന് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോമെട്രീസ് ആയിരിക്കും. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോമെട്രീസ് സാധാരണ 3D മോഡലിംഗ്, സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള 3D മോഡലിംഗ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം ഒരു സ്പിയറോ അല്ലെങ്കിൽ ഒരു ഇതൊരു ഒരു ക്യൂബ് അല്ലേ, സ്പിയർ. ഓക്കെ, ആ ഒരു സ്പിയർ ഞാനിപ്പോ വരച്ചത് ഒരു നോർമൽ 3D ജോമെട്രി ആയിട്ടാ. അത് ഷീറ്റ് മെറ്റൽ അല്ല, സർഫസ് അല്ല, വെൽഡ്മെന്റ് അല്ല, അത് നോർമൽ 3D ആണ്. അങ്ങനെ നോർമൽ 3D ആയിട്ടുള്ള കമ്പോണൻസ് വരെ അതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു തിക്നെസ് കാണും. കമ്പയർഡ് ടു ദ ക്രോസ് സെക്ഷൻ അതിന്റെ ലെങ്ത് ഭയങ്കര കുറവായിരിക്കും, തിക്നെസ് ഭയങ്കര കുറവായിരിക്കണമെന്നില്ല. അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. എനിക്ക് അതൊരു സോളിഡ് ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷനാണ്. ഇനി ഞാൻ വേണമെങ്കിൽ അതിനെ ക്രോസ് സെക്ഷൻ മറ്റൊരു ഷെല്ലാക്കട്ടെ. ഒരു ഷെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 mm തിക്നെസ് ഉള്ള ഒരു ഷീറ്റ് മെറ്റലാക്കി മാറ്റുക. ഓക്കെ, ഇനി ഞാൻ അതിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഈ ടൂളിലേക്ക് നമുക്ക് പിന്നെ വരാൻ കേട്ടോ. ഞാനിപ്പം ജസ്റ്റ് ആ ഒരു ഫീച്ചർ കാണിച്ചതേ ഉള്ളൂ. ഇതും ഒരു 3D ഒരു നോർമൽ 3D ഇതും സർഫസ് ജോമെട്രി അല്ല, ഷീറ്റ് മെറ്റൽ അല്ല, വെൽഡ്മെന്റ് അല്ല. സർഫസ് എന്താണെന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടില്ല, ഞാൻ അതിലേക്കാണ് വരുന്നത് കേട്ടോ.
അപ്പം ഒരു ഒരു നോർമൽ 3D എന്താണ്, ഒരു ഷീറ്റ് മെറ്റൽ ജോമെട്രി എന്താണ്, ഒരു വെൽഡ്മെന്റ് എന്താണ് എന്നുള്ളൊരു റഫ് ഐഡിയ കിട്ടി കാണുമല്ലോ. ഞാൻ ഒരു ഷീറ്റ് മെറ്റലിന്റെയും ഒരു വെൽഡ്മെന്റ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെയും ചെറിയ ഒരു സാധനം ഞാൻ വരച്ച് കാണിക്കാം. ഇപ്പം ഷീറ്റ് മെറ്റലിന് വേണ്ടി ഒരു എക്സാമ്പിൾ. ഇത് ഒരു 0.1 mm തിക്നെസ് ഉള്ള ഒരു ഷീറ്റ് മെറ്റലാണ്. 0.1 mm തിക്നെസ് ഉള്ള ഷീറ്റ് മെറ്റലാണ്. ഇത് സർഫസ് അല്ല, നോർമൽ 3D അല്ല, ഷീറ്റ് മെറ്റലാണ്. ഇനി അതിനെ പല പല രീതിയിൽ നമുക്ക് ചെയ്യാൻ കേട്ടോ. നമുക്ക് അതിനെ ഞാനിപ്പോ അതിന് കുറച്ച് ബെൻഡ് കൊടുക്കുക, എഡ്ജ് ഫ്ലാഞ്ച് കൊടുക്കുക. ഒരു നോർമൽ ബോക്സ് ആണെന്നിരിക്കട്ടെ. ഒരു ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ സാധനം ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നോർമൽ ഷീറ്റ് മെറ്റലാണ്. ആ ഷീറ്റ് മെറ്റലിന് ഇവിടെ ഒരു കോർണർ കാണും, ഒരു റേഡിയസ് കാണും, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ ഗ്യാപ്പ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ആ ഗ്യാപ്പ് ഒക്കെ വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കും. സ്മൂത്ത് ആക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ, ഇനി ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലെ ഉപയോഗിച്ചാൽ മതി, അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ ഒന്ന് ഫ്ലാറ്റിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാറ്റിന് പറഞ്ഞിട്ടുണ്ടേ ഇതേപോലത്തെ ഒരു ഷീറ്റിനെ നമ്മൾ ബെൻഡ് ചെയ്ത് ആദ്യം ഇവിടെ ബെൻഡ് ചെയ്യും, പിന്നെ ഇവിടെ ബെൻഡ് ചെയ്യും, പിന്നെ ഇതിനെ ബെൻഡ് ചെയ്യും, ഇതിനെ ബെൻഡ് ചെയ്യും, ഇതിന് 90 ഡിഗ്രി ബെൻഡ് ചെയ്യും. അങ്ങനെ ബെൻഡ് ചെയ്താണ് നമ്മൾ ഈ ഒരു ജോമെട്രിയിലേക്ക് എത്തിയേക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഇയർ ഒക്കെ ഷീറ്റ് മെറ്റൽ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, ഐഡിയ കിട്ടിയോ? ഷീറ്റ് മെറ്റൽ എന്താണെന്നുള്ള ഐഡിയ കിട്ടിയോ? ഓക്കെ, ഇപ്പൊ നേരത്തെ നീ ചോദിച്ച ഡെക്റ്റിന്റെ കേസിലാണെങ്കിലും ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ വേറെ കുറച്ച് ഫീച്ചേഴ്സ് കൂടെ പറഞ്ഞു കൊടുക്കണം എന്നേ ഉള്ളൂ. ഞാനിപ്പോ ജസ്റ്റ് ഒരു പ്ലേറ്റ്, ഒരു പാത്രം പോലത്തെ ഒരു സാധനം ജസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വരുന്നതാണ് സർഫസ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഈ സർഫസ് മോഡലിംഗ് എന്ന് വെച്ചാല് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ബോളില്ലേ, ഇങ്ങനൊരു ബോളില്ലേ, ഇതിനകത്ത് ആ ഒരു ജോമെട്രിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. ആ ഒരു അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ജോമെട്രിക്ക് എത്ര തിക്നെസ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ സർഫസ് മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ ഒരു ഔട്ടർ ഷെല്ല്, അതിന്റെ ഒരു ഔട്ടർ കവറിങ് മാത്രമേ നമ്മൾ മോഡൽ ചെയ്യുള്ളൂ. അതിന്റെ ഇന്റീരിയർ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകില്ല. ഇപ്പൊ നമ്മൾ ഈ കണ്ട സെയിം സാധനം തന്നെ, ഈ സെയിം ബോൾ തന്നെ, ഒരു സ്പെറിക്കൽ ഷേപ്പ് തന്നെ ഞാൻ സർഫസ് മോഡലിംഗ് വെച്ച് ചെയ്യുവാന്നിരിക്കട്ടെ. സർഫസ് മോഡൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അത് ഒരുപോലെ തോന്നും, പക്ഷെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോഴാണ് ഡിഫറൻസ് അറിയുള്ളൂ. ഇപ്പൊ ഞാൻ സർഫസ് ടാബിലേക്കാണ് പോയത് കേട്ടോ. എനിക്ക് ഒറ്റ നോട്ടത്തിൽ മറ്റേതുപോലെ തന്നെ തോന്നും, പക്ഷെ ഞാൻ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ആ ജോമെട്രിക്ക് ഒരു തിക്നെസ് ഇല്ല. അതൊരു 0 തിക്നെസ് ജോമെട്രിയാണ്. ഓക്കെ, അതാണ് സർഫസ് മോഡലിംഗ്. സർഫസ് മോഡലിംഗിന് നമ്മൾ ഇന്റേണൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു കൊടുക്കില്ല. അതിന്റെ ഒരു ഔട്ടർ ഷെല്ല് മാത്രമായിരിക്കും മോഡൽ ചെയ്യുള്ളൂ. നമുക്ക് കസ്റ്റമർക്കാണെങ്കിൽ നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ താല്പര്യമില്ല. നമ്മളൊരു കോൺസെപ്റ്റ് ഡിസൈൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി അതും അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോമെട്രിയാണ്. അങ്ങനത്തെ ജോമെട്രി നമുക്ക് വെൽഡ്മെന്റിലോ ഷീറ്റ് മെറ്റലിലോ അല്ലെങ്കിൽ സാധാരണ 3D മോഡലിംഗ് ഫീച്ചേഴ്സ് യൂസ് ചെയ്തോ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ കുറെ കൂടി പാടായിരിക്കും ചെയ്യാൻ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ സർഫസ് മോഡലിംഗ് ഉപയോഗിക്കുന്നത്. ഒരു സർഫസ് മോഡലിംഗിന്റെ ഒരു ഐഡിയ ക്ലിയർ അല്ലേ? അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ എവിടെ വരുന്നത്, ഈ നമ്മൾ ന്യൂ എടുത്ത് പാർട്ട് കൊടുക്കാൻ നേരത്ത് വരുന്നത്. ഓക്കെ,
അപ്പം ഈ പാർട്ട് എന്നിട്ട് ഇതേപോലെ നമ്മൾ ഇൻഡിവിജ്വൽ പാർട്സ് ഉണ്ടാക്കും, അത് അസംബിൾ ചെയ്യും, അത് ഡ്രാഫ്റ്റ് ചെയ്യും. ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ സെക്ഷൻ, അസംബിൾ ചെയ്യാൻ വേണ്ടി ഈ സെക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ കമാൻഡ് മാനേജറിനകത്തുള്ളത്. പല പല നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഫംഗ്ഷൻ അനുസരിച്ച്, നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഏത് ടാബിൽ പോവുക, ഏതെങ്കിലും ടാബിൽ പോവുക, അതിന്റെ ടൂൾസ് എടുത്ത് വർക്ക് ചെയ്യുക. അപ്പം ഇന്റർഫേസിന്റെ കാര്യം പറയുന്നത് നമുക്കൊരു ട്രയാഡ് ഉണ്ട്. ഒരു മോഡൽ വ്യൂക്കകത്ത് ട്രയാഡ് ഉണ്ടാവും. ക്വിക്ക് എസ് വ്യൂ ഹെഡ്സപ്പ് ടൂൾ ബാർ ഉണ്ട്. ഹെഡ്സപ്പ് ടൂൾ ബാറിന്റെ അകത്ത് ഈ ഓരോ ഫംഗ്ഷൻ പറയാം കേട്ടോ. ഇത് നമുക്ക് സൂം ടു ഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ സൂം ഔട്ട് ചെയ്തോ സൂം മാറിയൊക്കെ ഇരിക്കുവാണെങ്കിൽ സൂം ടു ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എഫ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ജോമെട്രി ഉണ്ടോ അതൊക്കെ സ്ക്രീനിലേക്ക് വരും. പിന്നെ നമുക്ക് വരുന്നതാണ് സൂം ടു ഏരിയ. ഞാൻ ഇങ്ങനത്തെ പോർഷൻ മാത്രം സെലക്ട് ചെയ്താൽ അത്രയും പോർഷൻ സൂം ചെയ്ത് കാണിക്കും. പിന്നെ ക്രോസ് സെക്ഷൻ എടുക്കാനുള്ളത്, സെക്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഏത് പ്ലെയിൻ ആണ് നോക്കുക. ഫ്രണ്ട്, ടോപ്പ്, റൈറ്റ്, നമുക്ക് 3 പ്ലെയിൻസ് ബൈ ഡിഫോൾട്ട് അവൈലബിൾ ആണ്. അതിനകത്ത് ഏത് പ്ലെയിൻ ആണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ മതി, ക്രോസ് സെക്ഷൻ കാണിക്കും. എന്നിട്ട് ഈ ആരെ വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം, ഇവിടെ റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. എനിക്ക് ഇനി ഒരു കളർ വേണമെങ്കിൽ ഒരു കളർ പറഞ്ഞു കൊടുക്കാം. അല്ല, ഇത് ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഹാഫ് അല്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമുക്ക് ഇതിനകത്ത്. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് സെക്ഷൻ 1 ആണ്. സെക്ഷൻ 2 ഞാൻ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ 2 സെക്ഷനായിട്ട് പറഞ്ഞു കൊടുത്താലാണ് ഹാഫോ 1/4 അങ്ങനെയൊക്കെ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ, സെക്ഷൻ 1, 2, 3 അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എഡിറ്റ് കളറിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു കളർ കാണിച്ചല്ലേ, ക്രോസ് സെക്ഷന്റെ എഡിറ്റ് കളർ അല്ല, കീപ് ക്യാപ് കളർ ടിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പറയുന്ന കളർ ഇവിടെ കാണിച്ചു തരും. അപ്പൊ ക്രോസ് സെക്ഷന്റെ കളറും കൂടെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതൊന്നും നമുക്ക് മറ്റൊരു കിട്ടില്ല. എവിടെ നമ്മുടെ സർഫസിനകത്ത് പോയി കഴിഞ്ഞാൽ കിട്ടില്ല, കാരണം അതിന് തിക്നെസ് ഇല്ലാത്ത ജോമെട്രിയാണ്. അപ്പം ഈ ക്രോസ് സെക്ഷൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ വലിയ പ്രയോജനമില്ല, ഒന്നും മനസ്സിലാകത്തുമില്ല. ഇന്ത്യൻ തിക്നെസ് ഉള്ളിടത്തല്ലേ ക്രോസ് സെക്ഷന്റെ ആവശ്യം വരുള്ളൂ. പറ്റും പറ്റും പറ്റും. ഇവിടെ തന്നെ ആംഗിളും പറയാം. ബൈ ഡിഫോൾട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന പ്ലെയിനാണ് വരുന്നത്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യാനുള്ളത്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ ചെയ്തത്. ഞാൻ ഇവിടെ ചുമ്മാ വെച്ച് ഡ്രാഗ് ചെയ്തേ ഉള്ളൂ. മാനുവലി വാല്യൂ കൊടുത്തില്ല, റാൻഡം ആയിട്ടുള്ള വാല്യൂലേക്ക് ഡ്രാഗ് ചെയ്തേ ഉള്ളൂ. ഇതിലേ വെച്ച് ഓക്കെ. അടുത്തത് നമുക്ക് വരുന്നത് ഇവിടെ ഒരു സാധനം കണ്ടോ, വ്യൂ ഓറിയന്റേഷൻ എന്ന് പറയും. ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യൂ ഓറിയന്റേഷൻ കാണാം. നമുക്കൊരു വ്യൂ ക്യൂബ് നമുക്ക് അവിടെ ഉണ്ടാവും. ആ വ്യൂ ക്യൂബ് അനുസരിച്ച് ഇത് സ്പെറിക്കൽ ഷേപ്പ് അല്ലേ, സ്പെറിക്കൽ ഷേപ്പിൽ വ്യൂ ക്യൂബ് എടുത്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എവിടെ നിന്ന് എടുത്താലും സർക്കിൾ അല്ലേ വരുള്ളൂ. ഇവിടെ നോക്കേ, വ്യൂ ക്യൂബ് ഫ്രണ്ട് വ്യൂ, അതിന്റെ ഓരോ ഷോർട്ട് കീ ഉണ്ട്. കൺട്രോൾ 1, ഇവിടെ ബാക്ക് വരും, കൺട്രോൾ 2. സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓറിയന്റേഷൻ ടാബ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് തരും. ഫ്രണ്ട്, ടോപ്പ്, റൈറ്റ്. ആരെങ്കിലും ഓഫ്ലൈൻ ആയിരുന്നു അപ്പം ഓക്കെ ഓക്കെ, റൈറ്റ്. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമുക്ക് ഒരു ഐസോമെട്രിക് വ്യൂ, ഡൈമെട്രിക്, ടൈമെട്രിക് എന്നൊക്കെ പറഞ്ഞ 3 ടൈപ്പ് വ്യൂ ഉണ്ട്. ഐസോമെട്രിക് വ്യൂ പോലെ തന്നെ വരുന്ന വേറെ 2 വ്യൂ ആണ്, ഡൈമെട്രിക്കും ട്രൈമെട്രിക്കും. അതിന് ആംഗിൾസിന് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് ഐസോമെട്രിക് മാത്രം. ഓക്കെ, പിന്നെ നമ്മൾ ഫസ്റ്റ് പ്ലെയിൻ എടുത്തത് എവിടെയാണോ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം
അത് ഡിപ്പെൻഡ് ചെയ്താണ് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ഒക്കെ മാറുന്നത്. ഞാനിപ്പോ ഇവിടെ ബേസ് ആയിട്ടുള്ള ഒരു സ്കെച്ച് വരച്ചത് ഏത് പ്ലെയിനിലാ? എക്സ് വൈ പ്ലെയിനിലാണോ തോന്നുന്നത്? അല്ല, ഫ്രണ്ട് പ്ലെയിനിലാ വരച്ചത്. മനസ്സിലായോ? അപ്പോ അതനുസരിച്ചാണ് ഇവിടെ ഫ്രണ്ട് വ്യൂ ഡിസൈഡ് ആവുന്നത്. ഞാൻ ബേസ് പ്ലെയിൻ വരച്ചത് ഈ പ്ലെയിനിലല്ലേ, അപ്പൊ അത് നമ്മുടെ നേരെ വന്നു. മനസ്സിലായോ എന്താ ഉദ്ദേശിച്ചത്? ഓക്കെ. ഈ സ്കെച്ചിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് സ്കെച്ച് പ്ലെയിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് സ്കെച്ച് പ്ലെയിൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു പ്ലെയിൻ മാറ്റിയിട്ട് ഫ്രണ്ട്, ഇപ്പൊ സ്കെച്ച് പ്ലെയിന് ഞാൻ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്ലെയിൻ, ഞാൻ ആ പ്ലെയിന് മാറ്റിയിട്ട് ടോപ്പ് പ്ലെയിൻ എന്ന് കൊടുത്ത് നോക്കുക എന്ത് സംഭവിക്കുന്ന അറിയാം നമുക്ക്. ഇനി ഞാൻ ഫ്രണ്ട് വ്യൂ നോക്കുക. ഫ്രണ്ട് വ്യൂ മാറി. നേരത്തെ ഇതായിരുന്നു ഫ്രണ്ട് വ്യൂ. ഇപ്പം ഞാൻ ഓൾറെഡി വരച്ച് വെച്ചത് ഈ ഫ്രണ്ട് പ്ലെയിൻ ആണെങ്കിൽ പോലും ഇടയ്ക്ക് വെച്ച് എനിക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പം ടോപ്പ് പ്ലെയിൻ ആണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആയത്. കിട്ടിയോ? ഓക്കെ. അപ്പം അതൊക്കെയാണ് നമ്മുടെ എവിടെ വരുന്നത്, ഈ ഒരു വ്യൂവിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ ജോമെട്രിയിൽ നമുക്ക് ഇതിന്റെ ഒരാവശ്യം വരില്ല. ഇപ്പൊ നമ്മൾ വലിയ അസംബ്ലി ഒക്കെ ചെയ്യുവാന്നിരിക്കട്ടെ, അപ്പോൾ ഒരുപാട് ഒബ്ജക്ട്സ് കാണും. നമുക്ക് ഇങ്ങനെ പിടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് ഫ്രണ്ട് വ്യൂവില് അത് നമുക്ക് ഇവിടെ ഫ്രണ്ട് വ്യൂ ഉണ്ട്, ഇവിടെ ടോപ്പ് വ്യൂ ഉണ്ട്. ടോപ്പ് വ്യൂവിൽ ഞാൻ പിടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് വ്യൂവിൽ അതിന് എന്ത് എഫക്റ്റ് വരുമെന്ന് എനിക്ക് അറിയണം. അല്ലെങ്കിൽ ഇവിടെ ഞാനിപ്പോ ഒരു ഹോൾ ഇടുക, അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ ഞാൻ കൊടുക്കുക. ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്നത് അത്ര കറക്റ്റ് പരിപാടിയല്ല. കാരണം ഓൾറെഡി ഞാൻ ഷീറ്റ് മെറ്റലിലല്ലേ വരച്ചത്. ഷീറ്റ് മെറ്റലിന് ഇടയ്ക്ക് ഞാൻ വെറുതെ കയറി പാർട്ട് ഡിസൈൻ എടുത്ത് വരയ്ക്കുക, ഫീച്ചർ എടുത്ത് വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ ഒരു നല്ല പ്രാക്ടീസ് അല്ല കേട്ടോ അത്. അതിനിപ്പോ ജസ്റ്റ് വരച്ചതേ ഉള്ളൂ. ഒരു നിങ്ങൾക്ക് ഇവിടെ വരെ ഷീറ്റ് മെറ്റല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫീച്ചറായി. ഓക്കെ. അപ്പൊ നോക്കി, ഞാൻ ഈ ഫ്രണ്ട് വ്യൂവിൽ വരച്ചപ്പം അതനുസരിച്ച് ടോപ്പ് വ്യൂവിൽ വരച്ചപ്പോൾ അതനുസരിച്ച് ഫ്രണ്ട് വ്യൂവിൽ എന്ത് ചേഞ്ചാ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിനുവേണ്ടിയൊക്കെയാണ് എന്ത് ഈ സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടി. ഇനി ഇത് വലിയ അസംബ്ലിയിലേക്ക് വരാൻ നേരത്ത് ഒരുപാട് യൂസ് ആവും. നിങ്ങൾ ഈ ടൂൾസ് എല്ലാം ജസ്റ്റ് ചുമ്മാ വെറുതെ എടുത്ത് നോക്കുക കേട്ടോ. വെറുതെ എടുത്ത് വരച്ച് നോക്കുക. ഇതിലൊക്കെ ജോമെട്രീസ് ഞാൻ ഈ ഫയൽസാണ് ഞാൻ അയച്ചു തരാം. അത് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ വരയ്ക്കാൻ നിൽക്കണ്ട. ഈ ഫയൽസ് വെച്ചിട്ട് വേണം നിങ്ങൾ ഇന്റർഫേസ് പഠിക്കാൻ. ഓക്കെ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പാർട്ട് ഡിസൈനകത്തെ വ്യൂ വ്യൂ ഹെഡ്സപ്പ് ടൂൾ ബാറിന്റെ അകത്ത് ഓപ്ഷൻസ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന സാധനമാണ് ഡിസ്പ്ലേ സ്റ്റൈൽസ്. ഡിസ്പ്ലേ സ്റ്റൈൽസ് എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് വിത്ത് എഡ്ജസ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് സ്മൂത്ത് ആയിട്ടുള്ള എഡ്ജസും. ഇത് കണ്ടോ, ഇവിടെ ഒരു ഫില്ലറ്റ്. പക്ഷെ ഇവിടെ ഒരു ഫില്ലറ്റ് ആണെങ്കിൽ കൂടി ഈ ഒരു എഡ്ജ് എനിക്ക് കാണിച്ചു തരും. ഈ എഡ്ജ് കണ്ടോ, ആ എഡ്ജ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഈ ഷെയ്ഡ് വിത്ത് എഡ്ജസ് മാറ്റിയിട്ട് വെറും ഷെയ്ഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ എഡ്ജസേ കാണിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച്, നമ്മുടെ താല്പര്യം അനുസരിച്ച് ഇടേണ്ട കാര്യമുള്ളൂ കേട്ടോ.
വേറെ കേസ് പറയാം. ഇപ്പൊ ഞാൻ ഒരു വലിയ അസംബ്ലി ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഈ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഹാങ് ആയി നിൽക്കട്ടെ. അത് കുറയ്ക്കാൻ എനിക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ഹിഡൻ ലൈൻസ് റിമൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ രീതിയിൽ കാണിച്ചത് ഗ്രാഫിക്സ് അത്ര വേണ്ട. പിന്നെ ഇവിടെ തന്നെ ഹിഡൻ ലൈൻസ് വിസിബിൾ ആയിട്ടുള്ളതുണ്ട്. ഡോട്ടഡ് ലൈൻസ് കാണിക്കാട്ടോ. ഹിഡൻ ലൈൻസ് ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിക്കും. പിന്നെ വയർ ഫ്രെയിം എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. പിന്നെ ഇത് നമുക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് മെറ്റീരിയലിന്റെ എഫക്റ്റോട് കൂടി കാണിച്ചു തരും. ഇപ്പോൾ അത് നമുക്ക് ഗ്രാഫിക്സ് കാർഡൊക്കെ വേണേ. നോക്കാം ഇവിടെ സംശയം ഉണ്ടെന്ന് നോക്കാം. നമുക്ക് മെറ്റീരിയൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് വഴിയെ പറയാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇന്റർഫേസ് പറയാൻ വേണ്ടി മാത്രം ഒന്ന് കാണിച്ചു കേട്ടോ. ഞാനിപ്പോ ഒന്നും കൂടെ ഒന്ന് സൂമിൻ ചെയ്തു. അതാ അത് റീലോഡ് ആവുന്നത്. ഇനി അത് തന്നെ മാറ്റിയിട്ടേക്കുക. അപ്പോ അതൊക്കെയാണ് സംഭവങ്ങൾ. ഇത് മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ടാണ് ഈ കളർ കാണിക്കുന്നത്, ഷെയ്ഡ് വിത്ത് എഡ്ജസിൽ. ആ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. ആ അല്ലല്ല, നമ്മൾ വാല്യൂസ് കൊടുത്തിട്ടുണ്ട് ബൈ ഡിഫോൾട്ട്. അത് ഈ കെ ഫാക്ടർ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടോ, കെ ഫാക്ടർ. ആ കെ ഫാക്ടർ അനുസരിച്ച് ഇന്റേണൽ റേഡിയസ് തനിയെ കാൽക്കുലേറ്റ് ആവും. 1 mm തിക്നെസ് ഉള്ള ഷീറ്റിന് കെ ഫാക്ടർ 0.5 ആണെങ്കിൽ ഇന്റേണൽ ബെൻഡ് റേഡിയസ് ഉണ്ടാവും. ഇന്റേണൽ റേഡിയസ് 0.73 വരും. അപ്പോൾ ആ മെറ്റീരിയലിന്റെ തിക്നെസ്സും അതിന്റെ ഗ്രേഡും ഒക്കെ അനുസരിച്ച് ഇപ്പൊ 1 mm തിക്നെസ് ഉള്ള SS ന്റെ ഷീറ്റ് ഉണ്ടാവും, MS ന്റെ ഷീറ്റ് ഉണ്ടാവും. ആ ഓരോന്നിനും വേറെ കെ ഫാക്ടർ ആയിരിക്കും. അപ്പൊ ആ കെ ഫാക്ടറിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതനുസരിച്ച് ഈ ബെൻഡ് റേഡിയസ് അഡ്ജസ്റ്റ് ആയിക്കോളും. അത് ഷീറ്റ് മെറ്റലിന്റെ പ്രോപ്പർട്ടിയാണ്. അത് ആ മെറ്റീരിയലിന്റെ ഗ്രേഡ് അനുസരിച്ചുള്ള പ്രോപ്പർട്ടിയാണ്. ഇല്ല, പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇത് ഓവർറൈഡ് ചെയ്യാം. ഈ ബെൻഡ് റേഡിയസ് നമുക്ക് ഓവർറൈഡ് ചെയ്യാം. ഓരോ സ്ഥലത്തും ഉണ്ടല്ലോ അവിടെ പല പല ടൂൾസ് ഉണ്ടായിരിക്കും, ബെൻഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ഉണ്ടായിരിക്കും. ആ ടൂൾസ് അനുസരിച്ച് ഈ അകത്ത് വരുന്ന ബെൻഡിങ് റേഡിയസ് മാറാം. കെ ഫാക്ടർ തന്നെ ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല. നമുക്ക് ഇതിനേക്കാൾ ചെറുത് പറ്റില്ലെന്നേ ഉള്ളൂ, ഇതിനേക്കാൾ വലിയ ബെൻഡിങ് റേഡിയസ് ആവാം. അത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ടൂൾ അനുസരിച്ച് മാറും. അപ്പോൾ എപ്പോഴും ആ കെ ഫാക്ടറും ആ മിനിമം ബെൻഡിങ് റേഡിയസ് മാത്രമല്ല, നമുക്ക് വേറെ ബെൻഡിങ് റേഡിയസ് വേണേൽ കൊടുക്കാം. ഞാനിപ്പോ ഇതിൽ തന്നെ 1 കൊടുത്തു. ആ അകത്തെ റേഡിയസ് കൂടി. ഓക്കെ. ആ മിനിമം ബെൻഡിങ് റേഡിയസ് ആയിരുന്നു നമ്മൾ കെ ഫാക്ടർ അനുസരിച്ച് വരുന്നത്. അതല്ലാത്തത് നമുക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ വേറെ ടേംസിൽ പറഞ്ഞാൽ ബെൻഡിങ് റേഡിയസ് മാറ്റുന്നതനുസരിച്ച് കെ ഫാക്ടർ ചേഞ്ച് ആവും. സോഫ്റ്റ്വെയർ ടേംസിൽ പറഞ്ഞാൽ ഫ്ലാഞ്ച് തന്നെ. ഫ്ലാഞ്ച് ഒക്കെ അത് നമുക്ക് ആ ടൂൾസിലേക്കൊക്കെ നമുക്ക് വരാം. നമ്മൾ ഷീറ്റ് മെറ്റലിനകത്ത് അതൊക്കെ വരുന്നുണ്ട്. എഡ്ജ് ഫ്ലാഞ്ച് എന്ന് പറഞ്ഞൊരു ടൂൾ അവിടെ ഉപയോഗിച്ചത്. എഡ്ജ് ഫ്ലാഞ്ച് ഇത് കണ്ടോ. എഡ്ജ് ഫ്ലാഞ്ച് എടുത്തിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് അവിടെ എത്ര ഹൈറ്റ് ഉണ്ട്, എത്ര ആംഗിൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഹൈറ്റും ആംഗിളും പറയുന്നത്. ഓക്കെ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. ഇന്റർഫേസിലെ പറഞ്ഞിരുന്നത്. ഓക്കെ. അപ്പൊ അതാണ് ഈ മോഡലിന്റെ അകത്തുള്ള സാധനങ്ങൾ.
ഞാനിപ്പം എന്തെങ്കിലുമൊക്കെ ഞാനിപ്പോ ഈ ഒരു സാധനം വരച്ചപ്പോ ശ്രദ്ധിച്ചായിരുന്നോ? അവിടെ ഞാനൊരു കട്ടിടാൻ പോകാന്നിരിക്കട്ടെ. ആ കട്ടിടാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു സ്കെച്ച് വരയ്ക്കണം. കട്ടിടാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്ത് ഫീച്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും, എന്ത് 3D ഫീച്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ആ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2D സ്കെച്ച് കാണും. ആ 2D സ്കെച്ച് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ വേണം വരച്ചു കൊടുക്കാൻ. ഓക്കെ, ഹലോ, നോക്ക് ഇവിടെ. ആ ആ ഞാൻ ആ സ്പിയർ വരച്ച സമയത്തും ആ, ഇത് വരച്ച സമയത്തൊക്കെ ഒരു ഫസ്റ്റിൽ ഒരു 2D സ്കെച്ചാണ് വരച്ചത് അല്ലേ? ആ ആ ആ ആദ്യം വരച്ച ആദ്യം നമ്മൾ വരയ്ക്കുന്ന ആ 2D സ്കെച്ചിനെ നമ്മൾ ബേസ് സ്കെച്ച് എന്ന് പറയും. അത് കഴിഞ്ഞ് വരയ്ക്കുന്ന ആദ്യത്തെ ഫീച്ചറിനെ നമ്മൾ ബേസ് ഫീച്ചർ എന്ന് പറയും. അപ്പോൾ ഈ കേസിൽ ബേസ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേറ്റ് ആയിരുന്നു ബേസ് ഫീച്ചർ. ഈ ഒരു 1 mm തിക്നെസ് ഉള്ള 1000 by 1 × 1.5 മീറ്റർ, 1650 mm ലെങ്ത്തും 1000 mm വിഡ്ത്തും ഉള്ള ഒരു ഷീറ്റാണ് ബേസ് ഫീച്ചർ. ഇതാണ് ബേസ് സ്കെച്ച്. ഈ റെക്ടാങ്കിൾ ആയിരുന്നു അവിടുത്തെ ബേസ് ബേസ് സ്കെച്ച്. ഓക്കെ, ആ റെക്ടാങ്കിൾ ആയിരുന്നു ബേസ് സ്കെച്ച്. ഇതാണ് ബേസ് ഫീച്ചർ. എന്നിട്ട് അവിടത്തേക്ക് നമ്മൾ ഓരോരോ ഫീച്ചേഴ്സിനെ ആഡ് ചെയ്താണ് നമ്മൾ ഈ കാണുന്ന ഷേപ്പിലേക്ക് കൊണ്ടുവന്നത്. അതിനൊക്കെ നമ്മൾ ഡിറൈവ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറയും. നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ബേസ് സ്കെച്ച് വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഓൾറെഡി 3 പ്ലെയിൻ ഉണ്ട്. ഫ്രണ്ട്, ടോപ്പ്, റൈറ്റ് എന്ന് പറയുന്ന 3 പ്ലെയിൻസ് ഉണ്ട്. നമുക്ക് ഓൾറെഡി സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സോഫ്റ്റ്വെയർ നമുക്ക് ഫസ്റ്റിലെ ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് കാണുന്ന ഈ 3 പ്ലെയിൻ ഉണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. എടുത്ത് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചു തരും. 3 പ്ലെയിൻ ഉണ്ട്. ആ 3 പ്ലെയിനില് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, സ്കെച്ച് കൊടുക്കുക. ഒരു സ്കെച്ച് ഉണ്ട്, ഫസ്റ്റ് ഓപ്ഷന്റെ പേര് സ്കെച്ച് എന്നാണ്. ഇനി അതല്ലെങ്കിൽ സ്കെച്ചിങ് ടാബിൽ പോവുക, സ്കെച്ച് കൊടുക്കുക, എന്നിട്ട് നമ്മുടെ പ്ലെയിൻ ചൂസ് ചെയ്യുക. ഓക്കെ, അതുമല്ലെങ്കിൽ ടൂൾ എടുക്കുക, അപ്പോഴേക്ക് ഡയറക്റ്റ് സ്കെച്ചിലേക്കാണ് പോകുന്നത്. സർക്കിൾ എടുത്തു, ഞാൻ ഈ ടോപ്പ് ലൈൻ പറഞ്ഞു കൊടുത്തു, എന്നിട്ട് വരയ്ക്കാം. അങ്ങനെ 3 രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ വരച്ചു, ഓരോ ഫീച്ചേഴ്സ് അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ എന്തൊക്കെ സ്കെച്ച് വരയ്ക്കുന്നോ, എന്തൊക്കെ ഫീച്ചേഴ്സ് അപ്ലൈ ചെയ്യുന്നോ, അതെല്ലാം നമുക്ക് ഇതിവിടെ കാണിച്ചു തരും. ആ കാണിച്ചു തരുന്ന സ്ഥലത്തിന്റെ പേരാണ് ഫീച്ചർ മാനേജർ ഡിസൈൻ ട്രീ. ഈ സാധനത്തിന്റെ പേരാണ് ഫീച്ചർ മാനേജർ ഡിസൈൻ ട്രീ. നമ്മൾ ചുരുക്കി അതിനെ ഡിസൈൻ ട്രീന്നോ നമ്മൾ പറയും കേട്ടോ, ഇനി അങ്ങോട്ട്. ഓക്കെ, ഇതാണ് ഫീച്ചർ മാനേജർ ഡിസൈൻ ട്രീ. ആ ട്രീക്കകത്ത് നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതൊക്കെ കാണാം. ഇതിവിടെ ഈ ഒരു ബ്ലൂ ലൈൻ കണ്ടോ, അതിനെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ റോൾ ബാക്ക് ചെയ്യാം. നമുക്ക് ഓരോന്നും റോൾ ബാക്ക് ചെയ്യാം. എനിക്ക് അപ്പൊ ആ ഫീച്ചർ ജസ്റ്റ് സപ്രസ് ആയി. ആ ഫീച്ചർ സപ്രസ് ആയി. താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വന്നു, ഇത് വീണ്ടും വന്നു. ഇനി അതല്ലാതെ സപ്രസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഫീച്ചറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്രസ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺസപ്രസ് ചെയ്യാം. അതേപോലെ ഈ ഫേസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് Ctrl+8 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലായോ? അതാണ് ഇവിടെ Ctrl+H നോർമൽ ടു എന്ന് പറയും. ആ ഫേസിനെ സെലക്ട് ചെയ്തു. ഇപ്പൊ ഞാൻ ഇതിങ്ങനെ ഇരിക്കുന്നത്, പക്ഷെ ഞാൻ ഈ അടിയിലത്തെ ഫേസ് സെലക്ട് ചെയ്തു. ഇവിടെ പോയിട്ട് നോർമൽ ടു കൊടുത്തു കഴിഞ്ഞാൽ ആ ഫേസ് നമ്മുടെ നേരെ വരും. ഓക്കെ,
ഈ ചില ഫീച്ചർ ഈ ഫീച്ചേഴ്സിനൊന്നും ഈ എഡ്ജ് ഫ്ലാഞ്ച് വണ്ണിനും ടൂവിനും നമുക്ക് സ്കെച്ചിന്റെ ആവശ്യമില്ല കേട്ടോ. ചില ഫീച്ചേഴ്സിന് അങ്ങനെയാണ് നമുക്ക് സ്കെച്ചിന്റെ ആവശ്യമില്ല. ഇവിടെ ബേസ് സ്കെച്ചിന് മാത്രമാണ് നമുക്ക് സ്കെച്ചിന്റെ ആവശ്യം വന്നത്. ചില ഫീച്ചേഴ്സ് ഇപ്പൊ ഫില്ലറ്റ് ഇടുക, ഇപ്പൊ ഇവിടെ ഒരു ഫില്ലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫില്ലറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചറിനൊന്നും സ്കെച്ചിന്റെ ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സിനും സ്കെച്ചിന്റെ ആവശ്യമില്ല. ചില ഇതിപ്പോ ഫില്ലറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്, അതിന് സ്കെച്ചിന്റെ ആവശ്യമില്ല. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇവിടെ എനിക്കൊരു ഹോൾ ഇടണം, പക്ഷെ അതിന് സ്കെച്ചിന്റെ ആവശ്യമുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പുള്ള ഒരു കട്ട് ഇടണമെന്നിരിക്കട്ടെ. നോക്കി, ആ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പം ഏതെങ്കിലും ഒരു ഫേസ് വേണമെന്നല്ലേ പറഞ്ഞത്. നമുക്ക് വരയ്ക്കാൻ വേണ്ടി ഈ ഈ ഫേസ്, ഈ മൂന്ന് പ്ലെയിൻ തന്നെയല്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഫേസ് എടുത്താലും അത് നമുക്ക് വരയ്ക്കാം. ഞാനിപ്പം ഈ ഫേസ് സെലക്ട് ചെയ്യുക, ഈ ഫേസ് സെലക്ട് ചെയ്ത് സ്കെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വരയ്ക്കാം. കൺട്രോൾ 8 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് സ്കെച്ച് കൊടുത്തേക്കുന്ന പ്ലെയിൻ ഏതാണോ ആ പ്ലെയിൻ നമ്മൾ നേരെ നോക്കി. എന്നിട്ട് ഞാൻ റെക്ടാംഗിൾ ഷേപ്പിൽ ഒരു കട്ട് ചെയ്ത് വന്നിരിക്കട്ടെ. സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ ഒരു കട്ട് കൊടുക്കുക. ഷീറ്റ് മെറ്റലിനകത്ത് എക്സ്ട്രൂഡ് കട്ട്, ഇവിടെ ഒരു ഹോളും കണ്ടോ. ഈ കട്ട് എന്ന് പറയുന്ന ഫീച്ചറിന് നമുക്ക് സ്കെച്ച് വേണമായിരുന്നു. എനിക്ക് അതും നമ്മുടെ ട്രീയിൽ ആഡ് ആയി വന്നിട്ടുണ്ട്. ആ ഫീച്ചറിനെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം. ഞാൻ ഇത്രയും കട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, എനിക്ക് ആ കട്ട് ഇവിടെ മാത്രമല്ല ഈ ഫേസിലും കൂടെ കട്ട് വരുന്നുണ്ടെന്ന്. അങ്ങനെയൊക്കെ വരുന്ന നേരത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഫീച്ചറിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എഡിറ്റ് ഫീച്ചർ എന്ന ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ഫീച്ചർ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ഓപ്ഷൻസ് മാറ്റാം. ഈ ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് ഓരോന്നും വഴിയെ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്റർഫേസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഞാൻ ഇവിടെ ത്രൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കട്ട് ഈ അറ്റം വരെ വന്നു കേട്ടോ. ഇവിടെ ഞാൻ കൊടുത്തത് എഡിറ്റ് ഫീച്ചറാണ്. ആ ഫീച്ചറിനെ, ആ കട്ട് എന്ന് പറയുന്ന ഫീച്ചറിനെയാണ് ഞാൻ ചെറിയ എഡിറ്റിംഗ് വരുത്തിയത്. ഇനി ഇത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. അവിടെ സ്ക്വയർ കട്ടല്ല, റെക്ടാംഗിൾ ഷേപ്പ് കട്ടല്ല വേണ്ടത്, എനിക്കൊരു എലിപ്റ്റിക്കൽ ഷേപ്പുള്ള കട്ടായിരുന്നു വേണ്ടതിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട എന്തിനെ, ആ സ്കെച്ചിനെ എഡിറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആ സ്കെച്ചിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കെച്ചിനെ ഇവിടെ കണ്ടില്ലെങ്കിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, സ്കെച്ചിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് സ്കെച്ച് ഉണ്ടാവും. എഡിറ്റ് സ്കെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നോർമൽ ടു നോക്കി ഞാൻ ഈ ലൈന് ഈ ഒരു ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കൺസ്ട്രക്ഷൻ മോഡ് ഇത് കണ്ടോ, കൺസ്ട്രക്ഷൻ ജോമെട്രി എന്നൊരു ഓപ്ഷൻ കണ്ടോ. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ജോമെട്രി നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ ഇവിടെ ഫോർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫോർ കൺസ്ട്രക്ഷൻ ആക്കി കഴിഞ്ഞാൽ അതൊരു ഡോട്ടഡ് ലൈൻ ആയിട്ട് മാറും. ഡോട്ടഡ് ലൈൻ ആണെങ്കിൽ റെഫറൻസ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരു ഫീച്ചറിലേക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ അതിനെ ജസ്റ്റ് റെഫറൻസ് പർപ്പസിനാക്കി അങ്ങ് മാറ്റി അങ്ങ് വെച്ചു. എന്നിട്ട് ഞാൻ നമുക്ക് ആവശ്യമുള്ള സാധനം വരച്ചു കൊടുക്കുക. ഒരു എലിപ്റ്റിക്കൽ കട്ടായിരുന്നു വേണ്ടത്, ആ എലിപ്റ്റിക്കൽ കട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുക. അപ്പൊ നോക്കി ഇവിടെ എലിപ്റ്റിക്കൽ കട്ട് വന്നു. ആ സ്കെച്ച് ആ റെക്ടാംഗിൾ ഷേപ്പ് ആയിരുന്നു കട്ട്, അത് ഞാൻ മൊത്തത്തിൽ മാറ്റിയിട്ട് എലിപ്റ്റിക്കൽ കട്ടാക്കി. എനിക്ക് അങ്ങനെ കൺസ്ട്രക്ഷൻ ജോമെട്രി തന്നെ ആക്കണമെന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് അതെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും മതിയായിരുന്നു. ഞാനിപ്പം ആ ഒരു ഫീച്ചർ കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. കൺസ്ട്രക്ഷൻ ജോമെട്രി ആക്കുന്നേ ഉള്ളൂ, ഡോട്ടഡ് ലൈൻസ് ആക്കി മാറ്റുന്നേ ഉള്ളൂ. ഇത്ര ഓക്കെ അല്ലേ? ഞാൻ ഈ ഒരു ഫീച്ചറിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഫീച്ചർ കൊടുക്കാൻ നേരത്തെ നമ്മുടെ ട്രീ ഇരിക്കുന്ന സ്ഥലം ശ്രദ്ധിച്ചോ. ആ ട്രീ ഇരിക്കുന്ന ഒരു റീജിയൻ കണ്ടോ, ആ റീജിയൻ അവിടെ വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഇങ്ങോട്ട് വന്നു. ഇത് ഫീച്ചർ മാനേജർ ഡിസൈൻ ട്രീ, ഇതിന് നമ്മൾ പ്രോപ്പർട്ടി മാനേജർ എന്ന് പറയും. ആ എക്സ്ട്രൂഡ് കട്ടിന്റെ പ്രോപ്പർട്ടീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോപ്പർട്ടീസും ആ ഒരു പ്രോപ്പർട്ടി മാനേജറിനകത്തുണ്ട്. അപ്പൊ ഞാനൊരു സ്കെച്ചിനെ സെലക്ട് ചെയ്യാന്നിരിക്കട്ടെ. ആ സ്കെച്ചിനെ ഞാൻ എഡിറ്റ് സ്കെച്ച് കൊടുക്കാതിരിക്കട്ടെ.
എന്നിട്ട് ഞാൻ ദേ ആ സ്കെച്ച് ആ ഒരു എലിപ്സിനെ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് കറക്റ്റ് ആയില്ല, ക്ലിക്ക് കറക്റ്റ് ആയി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എലിപ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് മൊത്തം ഈ പ്രോപ്പർട്ടി മാനേജറിനകത്ത് കാണിച്ചത്. ഓക്കെ, അതിന്റെ ലൊക്കേഷൻ, അതിന്റെ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ എത്രയാണ്, അതിന്റെ റേഡിയസ്, അതിന്റെ മൈനർ റേഡിയസ് എത്രയാണ്, മേജർ റേഡിയസ് എത്രയാണ്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പോയിന്റിനെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ പോയിന്റ് ഡീറ്റെയിൽസ് കാണിച്ചു തരും. ഞാനിപ്പോ ആ പോയിന്റിനെ ക്ലിക്ക് ചെയ്തത്, ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് വാല്യൂ, വൈ കോർഡിനേറ്റ് വാല്യൂ കാണിച്ചു തന്നു. പിന്നെ ഇവിടെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് സാധനം കിടപ്പുണ്ട്. ആ പോയിന്റ് അതെന്താ നമുക്ക് വഴി ഇപ്പൊ പറയാം. എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, ഞാൻ ഏത് സ്കെച്ച് വരയ്ക്കപ്പോഴും അത് ചുമ്മാതെ വരയ്ക്കാൻ പറ്റില്ല. ചുമ്മാതെ വരച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വിഷയമൊന്നുമില്ല. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അതിന്റെ പ്രോപ്പർ ഡയമെൻഷനോ അതിന്റെ ലൊക്കേഷനോ എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എവിടെ വേണേ ആവാം. നമ്മുടെ കൈ തട്ടി അറിയാതെ ഈ സാധനം ഇങ്ങോട്ട് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ അറിയില്ല. അതിന് ഒരു പ്രോപ്പർ ലൊക്കേഷനിലല്ല ആ ഒരു സ്കെച്ച് കിടക്കുന്നത്. അങ്ങനത്തെ സ്കെച്ചിനെ നമ്മൾ അണ്ടർ ഡിഫൈൻഡ് സ്കെച്ച് എന്ന് പറയും. ഇവിടെ നോക്കി നമുക്ക് കാണിച്ചു തരും അണ്ടർ ഡിഫൈൻഡ് സ്കെച്ച്. അത് ആ സ്കെച്ച് 35 എന്ന് പറയുന്നത് ഒരു അണ്ടർ ഡിഫൈൻഡ് വണ്ണം. അണ്ടർ ഡിഫൈൻഡ് സ്കെച്ചിന്റെ കളർ കോഡാണ് ബ്ലൂ കളർ. നമ്മൾ ഒരു സ്കെച്ച് വരയ്ക്കുമ്പം അത് ഫുള്ളി ഡിഫൈൻഡ് ആയിട്ട് വേണം വരയ്ക്കാൻ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫുള്ളി ഡിഫൈൻഡ് ആയിട്ട് വരയ്ക്കണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിള് ഇപ്പം ഒരു അണ്ടർ ഡിഫൈൻഡ് സ്കെച്ചാണ്. അതിനെ ഫുള്ളി ഡിഫൈൻഡ് ആക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനങ്ങളാണ്. മൂന്ന് കാര്യങ്ങൾ ഈ കേസിൽ പറഞ്ഞു കൊടുക്കണം. എപ്പോഴും 3 കാര്യങ്ങൾ തന്നെ വേണം നോക്കത്തുമില്ല. ഓക്കെ, ഒന്ന് ഇതിന്റെ റേഡിയസ് ആണ്. ഈ സ്കെച്ചിന്റെ ലൊക്കേഷൻ മാറാം, റേഡിയസ് മാറാം, അങ്ങനെ പല സാധനങ്ങൾ മാറാം. അപ്പോൾ നമ്മൾ ഡയമെൻഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരു പ്രോപ്പർ ഡയമെൻഷനും അതിന്റെ ഒരു ലൊക്കേഷൻ, നമ്മൾ സ്കെച്ച് കൊടുക്കാൻ നേരത്ത് നമുക്ക് ഇതേപോലെ ഒരു എക്സ് വൈ ആക്സിസ് കാണിച്ചു തരും, ഒരു പോയിന്റ് കാണിച്ചു തരും. അതാണ് നമ്മുടെ ഒറിജിൻ കേട്ടോ. ആ ഒറിജിൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ഫിക്സ്ഡ് ലൊക്കേഷൻ ആയിട്ട്. ബാക്കിയെല്ലാം നമ്മൾ ആ ഒറിജിനിൽ നിന്നുള്ള റെഫറൻസ് ആയിട്ടാണ് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു ഡിസ്റ്റൻസ് പറഞ്ഞു കൊടുത്തു 50, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് പറഞ്ഞു കൊടുത്തു 55. അത്രയും പറഞ്ഞു കൊടുത്തപ്പം അണ്ടർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്കെച്ച്, ബ്ലൂ കളർ ആയിരുന്ന ഒരു സ്കെച്ച് ബ്ലാക്ക് കളറിലേക്ക് മാറി, അത് ഫുള്ളി ഡിഫൈൻഡ് ആയി. ഇങ്ങനെ ഫുള്ളി ഡിഫൈൻഡ് ആയിട്ട് വേണം നമ്മൾ എല്ലാ സ്കെച്ചും വരയ്ക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മിസ്റ്റേക്കുകൾ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ജോമെട്രി ഉണ്ടാക്കാൻ പറ്റാതെ പറഞ്ഞോ. ഇനി നമുക്ക് ഈ സർക്കിൾ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ സർക്കിളിനെ ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലാതെ വരയ്ക്കപ്പോ നമുക്ക് ഒറിജിൻ മാത്രമേ ഉള്ളൂ, വേറൊരു ലൊക്കേഷൻ നമുക്കില്ല. ഓക്കെ, ഇനി ഈ ഒറിജിൻ എപ്പോഴും കണ്ടുപിടിക്കാൻ പാടാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വേറൊരു പരിപാടി ഉപയോഗിച്ചു. ഇതൊരു പ്രാക്ടീസ് ആക്കി കേട്ടോ. ഇത് സാധാരണ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. നമ്മളൊരു സെന്റർ ലൈൻ, 2 സെന്റർ ലൈൻ അങ്ങ് വരയ്ക്കും. ഓക്കെ, പക്ഷെ ആ വരച്ചേക്കുന്ന സെന്റർ ലൈൻ തന്നെ ഫുള്ളി ഡിഫൈൻഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇത് ഫുള്ളി ഡിഫൈൻഡ് ആണ്. അടുത്ത ഒരു സെന്റർ ലൈൻ ഇവിടെ വരയ്ക്കും, അതും ബ്ലാക്ക് കളറാണ്. അതിന്റെ എൻ പോയിന്റ് ബ്ലാക്ക് അല്ല, എൻ പോയിന്റ് ബ്ലൂ ആ. കാരണം ലെങ്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ലെങ്ത് വേണ്ട, നമുക്ക് ഇത്ര മതി. ഇനി പറഞ്ഞ പോലെ നമുക്ക് ഒറിജിനൽ തന്നെ കൊടുക്കണമെന്നില്ല. ഫ്രം ഹിയർ ടു ഹിയർ നമുക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ നെറ്റ് എഫക്ട് നമ്മൾ ഒറിജിനൽ തന്നെ കൊടുത്തേക്കുന്നത്. കാരണം ഈ 2 ആക്സിസ് എന്തായാലും ഒറിജിനലിലേക്ക് ഡിഫൈൻ ചെയ്തല്ലേ ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ വേറൊരു ആക്സിസും കൂടെ വരയ്ക്കുകയാണേ. ഈ ആക്സിസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഒന്ന് ഡിഫൈൻഡ് ആണ്, ഒന്ന് ഫുള്ളി ഡിഫൈൻഡ് ആണ്.
പക്ഷെ ഒന്ന് അണ്ടർ ഡിഫൈൻഡ് ആണ്, ഒന്ന് ഫുള്ളി ഡിഫൈൻഡ് ആണ്. അതൊക്കെ അതല്ലാതെ ആ ഒന്ന് ഒരു ആംഗിളിലാണ്, ഒന്ന് ഒരു ഇത് വേർട്ടിക്കലാണ്, ഇത് വേർട്ടിക്കൽ അല്ല. ഇനി ഇതിനെ എനിക്ക് ഫുള്ളി ഡിഫൈൻഡ് ആക്കണമെങ്കിൽ ഒന്ന് ഇതിനെ വേർട്ടിക്കൽ ആക്കണം. അങ്ങനെ വേർട്ടിക്കൽ ആക്കാൻ വേണ്ടി നമ്മൾ ഇപ്പൊ ഇവിടെ ഡയമെൻഷൻസ് പറഞ്ഞു കൊടുത്തില്ലേ. എപ്പോഴും ഡയമെൻഷൻസ് മാത്രമല്ല പറഞ്ഞു കൊടുക്കുന്നത് ഫുള്ളി ഡിഫൈൻഡ് ആക്കാൻ വേണ്ടി ഒരു ഫിഗറിനെ. നമ്മൾ ഡയമെൻഷൻ പ്ലസ് കൺസ്ട്രെയിൻസ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഡയമെൻഷനും കൺസ്ട്രെയിൻസും ഫുള്ളി ഡിഫൈൻഡ് എന്ന് വെച്ചാൽ അത് ഡയമെൻഷനിലെയും കൺസ്ട്രെയിൻസ് വഴിയും ഡിഫൈൻഡ് ആയിരിക്കണം. കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ടേമാണ് സോൾഡ് വർക്ക്സ് ഉപയോഗിക്കുന്നത് കേട്ടോ. ബാക്കി ക്രിയോയില് കാറ്റിയയിലും ഒക്കെ കൺസ്ട്രെയിൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പൊതുവെ റിലേഷൻഷിപ്പ് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനെ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി മാനേജറിനകത്ത് നോക്കി എക്സിസ്റ്റിംഗ് റിലേഷൻ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ലൈൻ. ഇപ്പം ഇവിടെ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഞാൻ വേർട്ടിക്കൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് വേർട്ടിക്കലായി. ഇനി അതിനെ തന്നെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഹൊറിസോണ്ടൽ പറഞ്ഞു കൊടുത്താൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? പോയോ? ഇല്ല, എറർ വരും. കാരണം ഓൾറെഡി ആ ഒരു ലൈനിൽ എക്സിസ്റ്റിംഗ് റിലേഷൻ കണ്ടോ, ഒരു വേർട്ടിക്കൽ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇനി ഞാൻ എന്നെ ഹൊറിസോണ്ടൽ പറഞ്ഞു കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ ഓവർ ഡിഫൈൻഡ് ആയി. അണ്ടർ ഡിഫൈൻഡും ഫുള്ളി ഡിഫൈൻഡും പോലെയുള്ള ഒരു മൂന്നാമത്തെ കേസാണ് ഓവർ ഡിഫൈൻഡ്. അതായത് ആവശ്യത്തിനധികം നമ്മൾ ഡയമെൻഷൻസോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ പറഞ്ഞു കൊടുത്തു. ഡയമെൻഷൻസ് ആവാം, റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, ആവശ്യത്തിന് അധികം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓവർ ഡിഫൈൻഡ് ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസ് എന്താ ചെയ്യുന്ന വെച്ചാൽ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഏതെങ്കിലും ഒന്നെടുത്ത് കളയുക. എനിക്ക് ഈ കേസിൽ വേണ്ടാത്തത് ഏതാണോ അതെടുത്ത് കളയുക. എനിക്ക് ഇവിടെ വേണ്ടാത്തത് ഹൊറിസോണ്ടലാണ്, ഹൊറിസോണ്ടൽ എടുത്ത് ഡിലീറ്റ്, വെർട്ടിക്കൽ മാത്രം. ഇനി ഇവിടെ ഒരു ലെങ്ത് കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളി ഡിഫൈൻഡ് ആവുമെന്ന് തോന്നുന്നു. അതെ, ആവും, ആയി. ഓക്കെ, അപ്പം ഇത്ര നല്ല ഓക്കെ അല്ലേ? ഇന്റർഫേസ് പിന്നെ ഫുള്ളി ഡിഫൈൻഡ് ആയിട്ട് ഒരു ചെറിയൊരു സർക്കിൾ വരച്ചു. ആ ഡയമെൻഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറയാം ജസ്റ്റ്. ഇപ്പൊ എനിക്കൊരു ആംഗിളാണ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഓക്കെ, ഡയമെൻഷൻ കൊടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്, ജസ്റ്റ് ഒന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ആംഗിളായി. അത് തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് കഴിഞ്ഞാൽ ലൈനായി, ലൈൻ്റെ ലെങ്ത് ആയി. ഇതിപ്പോ ഒരു ആർക്കാണെങ്കിൽ അതിന്റെ റേഡിയസ് വരും, സർക്കിൾ ആണെങ്കിൽ അതിന്റെ ഡയമീറ്റർ വരും. അങ്ങനെയാണ് ഡയമെൻഷൻ ടൂൾ ഉപയോഗിക്കുന്നത്, സ്മാർട്ട് ഡയമെൻഷൻ ടൂൾ ഉപയോഗിക്കുന്ന രീതി. ഓക്കെ, അതിലേക്കൊന്നും പോകണം, ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചിട്ടൊന്ന് ഫുള്ളി ഡിഫൈൻഡ് ആക്കി നോക്കിയാൽ മതി. നമുക്കപ്പോ ഇത്ര ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് ഇത്ര നിർത്താം. നിങ്ങൾ ആ ഇന്റർഫേസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഫുള്ളി ഡിഫൈൻഡ് ആക്കാൻ പറ്റുന്ന രീതിയിൽ ഇതേപോലെ സർക്കിളൊക്കെ വരച്ച് ഫുള്ളി ഡിഫൈൻഡ് ആക്കാൻ പറ്റുമെങ്കിൽ അത് നോക്കാം. ഓക്കെ, ഞാൻ ഈ രണ്ട് ഫയൽ അയച്ചു തരാം കേട്ടോ. ആൻസോൺ രണ്ട് ഫയലല്ലേ, ആ ക്രോസ് സെക്ഷൻസ് ഒക്കെ എടുത്ത് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആ ഫയൽ ഞാൻ അയച്ചു തരാം. പിന്നെ എഡിറ്റ് ഫീച്ചർ, എഡിറ്റ് സ്കെച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ആ രണ്ട് ഫയൽ അയച്ചു തരാം. ഓക്കെ.